പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ കൂടുതൽ സ്വകാര്യ ബസ്സുകൾ എത്തിക്കാൻ നടപടി. നഗരസഭാ ചെയർമാൻ പി സ്മിതേഷിന്റെയും RTO ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. നിലവിൽ പല സ്വകാര്യ ബസ്സുകളും സ്റ്റാൻഡിൽ എത്തുന്നില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഔദ്യോഗിക സംഘം പരിശോധന നടത്തിയത്. ചെർപ്പുളശ്ശേരി, കോങ്ങാട്, മുണ്ടൂർ, മണ്ണാർക്കാട് ഭാഗത്തേക്കുള്ള ബസ്സുകളാണ് ഇവിടെ നിന്നും സർവീസ് നടത്താൻ നിശ്ചയിച്ചിരുന്നതെങ്കിലും പല ബസ്സുകളും സ്റ്റാൻഡിൽ എത്തുന്നില്ലെന്നാണ് പരാതി. ഇതോടെ സ്റ്റാൻഡ് പുല്ലുപിടിച്ച് പല സ്ഥലത്തും ഉപയോഗശൂന്യമായ സ്ഥിതിയായിരുന്നു. അടുത്തിടെ ഇവിടെ പുല്ലുവെട്ടി വൃത്തിയാക്കിയിരുന്നു. തുടർന്നാണ് മുഴുവൻ സ്വകാര്യ ബസ്സുകളും ഇവിടേക്ക് വരുന്നതിനുള്ള സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചത്. നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ്, ഉദ്യോഗസ്ഥർ, RTO ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നമുക്ക് മുനിസിപ്പൽ സ്റ്റാൻഡ് പൊളിച്ചുപണിയുടെ ഭാഗമായിട്ട് കുറേ ബസ്സുകൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത കുറേ ബസ്സുകൾ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ബസ്സുകൾ ഏകപക്ഷീയമായിട്ട് അങ്ങോട്ട് പോയതോടുകൂടി ടൗണിൻ്റെ പൊതു ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവകളിൽ കുറേ എണ്ണത്തിൽ തിരിച്ചുകൊണ്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മരാമത്ത് പ്രവൃത്തി നടപ്പിലാക്കുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിലവിൽ നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ സ്ഥലം കൂടുതൽ ഗതാഗത യോഗ്യമാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് പണി പൂർത്തിയായി കഴിഞ്ഞാൽ കുറേ ബസ്സുകൾ കൂടുതൽ കോട്ടായ ഭാഗത്തുള്ള ബസ്സുകൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അത് ഉടനടി നമ്മളിൻ്റെ ഓപ്പറേഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ബസ്സുകളൊക്കെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ബസ് നിർത്താൻ വേണ്ടി നമ്മുടെ എക്സെപ്റ്റ് അല്ലാതെയുള്ളതാണ് അവർക്ക് പാർക്കിങ്ങും ആൾക്കാർക്ക് കാണാനുള്ള പാർക്കിംഗ്. ഈ ഭാഗത്തെ വ്യാപാരികളും കൂടുതൽ ബസ്സുകൾ എത്തിക്കുന്നതിന് നഗരസഭയോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു കാലത്ത് പാലക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗമായിരുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ബലക്ഷയം കാരണം പൊളിച്ചു മാറ്റിയ ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് 2024 MP ഫണ്ട് ചെലവഴിച്ച പുതിയ സ്റ്റാൻഡ് നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ബസ് സ്റ്റാൻഡായ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ മുന്നേ സർവീസ് നടത്തിയ മുഴുവൻ ബസ്സുകളും വരണമെന്നാണ് ഇവിടുത്തെ കച്ചവടക്കാരുടെ പ്രധാനമായ ആവശ്യം. പാലക്കാട് ഈ ബസ് സ്റ്റാൻഡിനോട് ചുറ്റിപ്പറ്റി 750ഓളം കടകളും അതിൽ സ്റ്റാഫുകളടക്കം 4000 ഡയറക്റ്റായി ബാധിക്കുന്ന വിഷയമാണ്. ഈ വിഷയം ത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്ത് വളരെ നല്ല രീതിയിൽ ഇത് നടപ്പിലാക്കിയെങ്കിലും പൂർണ്ണമായ രീതിയിൽ ഇത് അവതരിക്കാൻ അവരെക്കൊണ്ട് ബസ്സുകൾ തിരിച്ചു വരാത്തൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് നിലവിലെ കച്ചവടക്കാരെ ബാധിക്കുന്ന ഈ പ്രതിസന്ധിയെ മാനിച്ചുകൊണ്ട് എല്ലാ ബസ്സുകളും മാനിച്ച, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഈ ഒരുപാട് സ്ഥലങ്ങളും സൗകര്യങ്ങളോടെ ഒരുക്കിയ അവസ്ഥയ്ക്ക് കൂടൂർ കോട്ട എത്രയും പെട്ടെന്ന് വന്നുകൊണ്ട് ബാക്കി എല്ലാ ഇവിടെ സർവീസ് നടത്തിയ മുഴുവൻ ബസ്സുകളും വന്നുകൊണ്ട് ഈ പ്രദേശത്തെ 4000-ഓളം 5000-ഓളം ബാധിക്കുന്ന വ്യാപാരികളെയും അവരെ ചുറ്റിപ്പറ്റി കഴിയുന്ന തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.